ഡെയിലി ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹമായ ഇന്നത്തെ പ്രഭാതത്തിൽ നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും കാലവർഷത്തിൻ്റെ കെടുതിയിൽ പ്രയാസപ്പെടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ വലിയ വ്യതിയാനം മൂലം വിവിധ മേഖലകളിൽ പ്രയാസപ്പെടുന്ന അനേക കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. കാലവർഷം വളരെ ശക്തമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മൂലം മരണപ്പെട്ടു പോകുന്ന അനേകരുണ്ട്. മണ്ണിടിച്ചിലിൻ്റെയും മഴയുടെയും ശക്തമായ വേദനയിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിലെ എല്ലാ ആശ്രയ മേഖലകളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. ഈ മഴയുടെ കെടുതിയിൽ ഇലക്ട്രിസിറ്റി തലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. പലതരത്തിലുള്ള ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള സേവനങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിത തലങ്ങളുമൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അനേകർ ചേർത്ത് പിടിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു നിമിഷത്തെ പ്രാർത്ഥനയാണ്. കാലാവസ്ഥയുടെ അതിശക്തമായ കാറ്റ് മൂലവും മഴ മൂലവും വെള്ളപ്പൊക്കം മൂലം വേദനയിലും പ്രയാസമായിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയും എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടിയും എല്ലാ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും എല്ലാ ജില്ലകൾക്ക് വേണ്ടിയും ആ മേഖലയിൽ വിവിധ തരത്തിലുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ മേഖലകൾ, ആരോഗ്യ മേഖലകൾ, വ്യക്തി ജീവിതങ്ങൾ, ശുശ്രൂഷ തലങ്ങൾ ഒക്കെ ഉള്ളവർക്ക് വേണ്ടി ഇന്നത്തെ പ്രാർത്ഥനയും നമുക്ക് ഓർക്കാം. അവർ ഏറ്റെടുക്കുന്ന വലിയ ശുശ്രൂഷ, അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ, അവരുടെ കുടുംബങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. വിവിധ തരത്തിലുള്ള ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ, അപകടങ്ങളിലായിരിക്കുന്നവർ രക്ഷപ്രാപിച്ച് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവിടെ നിന്നും മാറി നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഒക്കെ നമ്മൾ ചേക്കേറി നിൽക്കുമ്പോൾ, ആ മേഖലയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവം ആ നിമിഷത്തിൽ നമ്മെ അവിടെ ആക്കിയിരിക്കുന്നത് വേദനയിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഒരുപാട് സഹായങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യന് അസാധ്യമായത് സാധ്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിസ്സഹായാവസ്ഥയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിത മേഖലയിൽ ദൈവം ആരെങ്കിലുമൊക്കെ ഒരുക്കും എന്നുള്ളതാണ്. ഹോശേയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കട്ടിലിൽ കിടന്ന് വിലപിച്ച് തീർക്കാതെ നീ എഴുന്നേറ്റ് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പുറപ്പാട് പുസ്തകങ്ങളിലൂടെയും ഉൽപ്പത്തി പുസ്തകങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നിലവിളിയുടെ പ്രാർത്ഥനകളൊക്കെ ഉയരുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. മഴ പേമാരി പോലെ പെയ്തിറങ്ങുന്ന ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു നിമിഷങ്ങളിൽ മഴയുടെ കെടുതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകുവാൻ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവർ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. സുഹൃതങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർക്ക് സുഹൃതമങ്ങളിലൂടെ പ്രാർത്ഥന നടത്തുക. നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ നിങ്ങളെ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ കെടുതിയുടെ മേഖലയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ വലിയ തലം അതാണ്. നമ്മളെപ്പോലെയുള്ള കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ മഴയുടെ കെടുതിയിലൂടെയൊക്കെ പെട്ടുകിടക്കുന്നത്. മഴയുടെ കെടുതിയിൽ പെട്ടുകിടക്കുന്നവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നതും അവർക്കൊരു കുടുംബമുണ്ട്. കുടുംബങ്ങളിൽ അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന
അപ്പനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പ്രതീക്ഷ ദൈവം അവരിലൂടെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവിടെ ആയിരിക്കുന്നത്. ആയിരിക്കുന്നവരുടെ മേഖലകളിൽ, ശുശ്രൂഷ തലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്ന മേഖലയിൽ മഴയുടെ കെടുതിയിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങായി, ശുശ്രൂഷ മേഖലകളിൽ സേവനം ചെയ്യുന്ന അവർക്ക് ഒരു ബലപ്പെടുന്ന രീതിയിലുള്ള നല്ല വാക്കുകളായി, പ്രാർത്ഥനയുടെ വാക്കുകളായി, കൈത്താങ്ങായി, ശുശ്രൂഷകൾക്കൊക്കെ ചെയ്യുവാൻ തക്കവിധം നമുക്ക് ആയിരിക്കുന്ന മേഖലയിൽ നമ്മെ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ജീവിതമായിരിക്കുന്ന തലങ്ങൾ ഒക്കെ കുറെ കൂടി ശാന്തതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവിധം കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും അനുകൂലമായ ഒരു കാലാവസ്ഥ നമുക്ക് തരുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ മഴയുടെ കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രതീക്ഷയോടെ ജീവിത സ്വപ്നങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ജീവിതതലങ്ങൾ, പ്രതീക്ഷകൾ അറ്റുപോയി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പതറിപ്പോകാതെ, തളർന്നു പോകാതെ ഒരു പിടിച്ചു നിൽക്കുവാൻ, വിദ്യാഭ്യാസ തലങ്ങളിലെ മേഖലകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി പണിതുയർത്ത ഭവനമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചേർത്ത് പിടിച്ചവരും ചേർന്ന് നിന്നവരും ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ച് ആരുമില്ലാത്തപ്പോൾ ഞാനുണ്ട് കൂടെയെന്ന് ബലപ്പെടുത്തുന്ന ആ വചനത്തെ ചേർത്ത് പിടിച്ച് മനസ്സിൻ്റെ തലങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ആ സ്നേഹത്തിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതമായിരിക്കുന്ന മേഖലകളെ വീണ്ടും ശക്തിയോടുകൂടി, കൂടുതൽ അഭിഷേകത്തോടുകൂടി അവരുടെ ജീവിത മേഖലകളെ ക്രമീകരിക്കുവാൻ, കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടതകളുടെയും മേഖലയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുതിയ പുലരി നമുക്കുണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ആ വലിയ വിശ്വാസത്തിൻ്റെ തലം ബലപ്പെടാൻ തക്കവിധം ഓരോ മേഖലയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ശുശ്രൂഷ തലങ്ങൾ, നമ്മളായിരിക്കുന്ന ജീവിത മേഖലയിലെ എല്ലാ തലങ്ങളെയും ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളുടെയും വേദനകളുടെയും കടന്നു പോകുന്നവർ, കാലാവസ്ഥയുടെ പ്രതിനിധി മൂലം, കാലാവസ്ഥയുടെ ശക്തമായ പ്രതികൂലത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയവരെയൊക്കെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും പരിശുദ്ധമായ ഇന്നത്തെ പ്രാർത്ഥനകളിൽ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ബലപ്പെടുത്തി, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരുടെ സങ്കടങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.